ഇനി ഒരയില മുളകിട്ടത് ഉണ്ടാക്കാം കേട്ടോ. അതിനായി ചട്ടി അടുപ്പത്ത് വെച്ച് അത് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക. പിന്നെ ഒരു പച്ചമുളക് ചതച്ചതും ചേർക്കുക. അത് നന്നായി വഴറ്റുക. നന്നായി വഴറ്റണം കേട്ടോ. നമുക്ക് ഈ കൊള്ളിക്കൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയതാണ്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുക, അതും വഴറ്റുക. അതൊക്കെ വഴന്നു വരുന്ന സമയത്ത് ചുവന്നുള്ളി ഇടുക. തോനെ ചുവന്നുള്ളി ഇടുക കേട്ടോ. നമ്മൾ പിന്നെ കറി വേറെ വറവിടുന്നൊന്നുമില്ല, അതുകൊണ്ടാണ് ചുവന്നുള്ളിയൊക്കെ തോനെ ഇടണം എന്ന് പറഞ്ഞത്. നന്നായി വഴന്നു വരുന്ന സമയത്ത് ഒരു തക്കാളി ചേർക്കുക. അത് നന്നായി വഴറ്റുക. അത് വഴറ്റി എണ്ണ തെളിയുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇടാം കേട്ടോ. അതിനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇത്തിരി തോനെ ഇടണം കേട്ടോ. നമ്മൾ മുളക് കറിയാണ് ഉണ്ടാക്കണത്. ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടോ മല്ലിപ്പൊടി ചേർക്കണത്, അധികം ഒന്നും ചേർക്കണ്ട. ഇത് വഴറ്റിയ ശേഷം ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കുക. കുടംപുളി ചേർക്കുന്നവർക്ക് കുടംപുളി ഉപയോഗിക്കാം കേട്ടോ. നന്നായി ഇളക്കി മിക്സ് ചെയ്ത ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിക്കുക. ഈ കൂട്ടെല്ലാം കൂടി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ചേർക്കാം. അയിലക്കുട്ടികളാണ് കേട്ടോ ഇപ്പോൾ കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ അയിലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മീൻ കറിക്ക് വേണ്ടിയിട്ട്. മീനിട്ട ശേഷം അത് വെന്ത് കറി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് കൊള്ളിക്കൊക്കെ പറ്റിയിട്ടുള്ള കറിയാണിത്.